വയനാട് പുനരധിവാസത്തിനായി KPCCയുടെ ആപ്പ് മുഖേന ലഭിച്ചത് 3,78,00,000 രൂപയെന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ IT സ്ഥാപന ഉടമ അഷ്ഹർ ചെക്ക് മുഖേന ലഭിച്ച തുക പിന്നീടാണ് കൂട്ടിച്ചേർക്കുക. 7 മാസത്തോളം ഫണ്ട് ശേഖരണം നടത്തി. 25,000-ൽ താഴെ ആളുകൾ മാത്രമാണ് പണം നൽകിയിരിക്കുന്നത്. ഫണ്ട് ശേഖരണം തുടങ്ങാൻ വൈകിയതാണ് പണം കുറയാൻ കാരണം. ആപ്പിന്റെ സർവീസ് ചാർജ് 9 ലക്ഷം GST ഉൾപ്പെടെയുള്ള തുകയാണ്. ആപ്പ് വഴി 54 കോടി കിട്ടിയെന്നത് തെറ്റായ വിവരമാണെന്നും അഷ്ഹർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അഷ്ഹർ, നമ്മള് ഇപ്പൊ ഈ വിവാദമായിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ആപ്പ് ഈ പിൻവലിക്കുന്ന സമയത്ത് എത്ര രൂപയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്? 3,78,66,708. അതാണ് കറക്റ്റ് ഫിഗർ. എത്ര പേരാണ് ആപ്പ് വഴി പൈസ തന്നിട്ടുള്ളത് എന്നുള്ളതുണ്ടോ? അത് ഏകദേശം ഒരു കാലശ ആളുകളൊക്കെ ഏകദേശം ഒരു 22,000 25,000 ആ ഒരു അറൗണ്ടിലുള്ള ആളുകളാണ് ഈ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പം പല സ്ഥലങ്ങളിലും ചെക്ക് ഒക്കെ 20 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും ഒക്കെ ചെക്ക് കൊടുത്തത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ചെക്ക്, ആ എമൗണ്ട് പിന്നീട് എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതായത് വേറെ അക്കൗണ്ട് ആയിട്ടാണോ വരിക? അത് അല്ല, ഈ സെയിം അക്കൗണ്ടിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യുക. അത് അക്കൗണ്ടിങ് ടീം ഉണ്ട്. അപ്പോൾ അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ക്ലിയർ ചെയ്യും. നമ്മൾ കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയതിന്റെ ശേഷം, അത് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം ഇത് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു ആരോപണമായി വന്നിരിക്കുന്നത് 9 ലക്ഷം രൂപയാണ് ആപ്പിന് വേണ്ടി അവർ തന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത്രയും രൂപ നിങ്ങൾക്ക് ഉണ്ടോ, ചെലവുണ്ടോ? എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ ഫീസൊക്കെ എത്രയാണ്? അതിൽ വരുന്നത് 9 ലക്ഷം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് GST ആണ്. അപ്പൊ തന്നെ അത് ഏകദേശം 7 ലക്ഷത്തോളമായി വന്നു. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം അതില് 2 സംഭവങ്ങൾ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന്, അതേപോലെ സെർവർ കംപ്ലീറ്റ് 7 മാസത്തോളം ഇതിന് ഡാറ്റ വെച്ചു. പിന്നെ ഏറ്റവും ക്യാമ്പയിൻ നടക്കുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സെർവറും സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ ചെയ്യുക. കാരണം യാതൊരു രീതിയിലും ഇത് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല കളക്ഷന്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, എന്തായാലും ഇതൊരു കാത്തിരുന്ന പ്രതികരണം തന്നെയായിരുന്നു. കാരണം ഈ ആപ്പ് ഉണ്ടാക്കിയ ആൾ 9 ലക്ഷം രൂപയ്ക്കാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത്, പിന്നീട് അത് തകരാറിലായി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇവരുടെ ഉണ്ടാക്കിയ ആളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അപ്പോഴും KPCC പ്രസിഡന്റ് പറഞ്ഞ അതേ കണക്ക് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. പക്ഷേ നമ്മൾക്ക് നേരത്തെ ഇപ്പോൾ തന്നെ പൊതുമാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ VS ജോയിൻ്റെ അടക്കം ഭാഗമായി ഫണ്ട് പിരിച്ചതിൻ്റെ ഭാഗമായി 30 ലക്ഷം രൂപയുടെ കണക്കും, അതല്ലാതെ K സുധാകരൻ പറയുന്ന ഒരു കണക്കും, രാഹുൽ ഗാന്ധി കൊടുത്ത കണക്കും, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെയും ഈ 3 കോടിക്ക് മുകളിൽ എന്തായാലും സ്വരൂപിച്ചിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും KPCC പ്രസിഡന്റ് പറഞ്ഞ അതേ കണക്ക് ഇദ്ദേഹവും ആവർത്തിക്കുന്നത്. വിശദാംശങ്ങൾ ഷാമിലി, ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ള അവർ ഇത് പിൻവലിക്കുന്ന സമയത്ത് എത്രയാണ് ഇതിനകത്ത് പണം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 3,78,00,000 രൂപയാണ് ആ സമയത്ത് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് 7 മാസത്തോളം ഫണ്ട് ശേഖരണം നടന്നു. ആ ഫണ്ട് എന്തുകൊണ്ട് കുറയാൻ കാരണമായി എന്നുള്ളത് ഇദ്ദേഹം പറയുന്ന ഒരു കാരണം ഇത് തുടങ്ങാൻ വൈകി എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ ആപ്പും ഇവർ തന്നെയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന്റെ ആപ്പ് ഈ സംഭവം വയനാട് ദുരന്തം നടന്ന തൊട്ട് പിന്നാലെ തന്നെ ആ പുനരധിവാസ ഫണ്ട് കളക്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ആരംഭിച്ചു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അവർക്ക് ഇതിനകത്ത് പണം ലഭിച്ചത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. എടുത്തു പറയേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു കാര്യം, ഈ ചെക്ക് മുഖേന ഇപ്പോൾ ഈ ആപ്പ് വഴി പരമാവധി ഒരാൾക്ക് അയക്കാൻ കഴിയുന്ന തുക എന്ന് പറയുന്നത് UPI വഴി അയക്കാൻ കഴിയുന്ന 1 ലക്ഷം രൂപയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ്, നമ്മൾ തന്നെ ഇന്ന് രാവിലെ കൊടുത്തതാണ്, 10 ലക്ഷം രൂപയും 25 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയും ഒക്കെ ഈ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാങ്കിലേക്ക് കൊടുക്കുകയും പിന്നീട് അത് ആണ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനും അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ, എന്തെല്ലാമാണ്, അത്തരം കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ ഫണ്ട് ശേഖരണത്തിൽ ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 25,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചത്. അങ്ങനെ ഫണ്ട് കിട്ടാതെ വന്നതോടുകൂടിയാണ് അത് പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ആപ്പ് ഇപ്പോൾ തുടരുന്നതിന്റെ ഒരു കാരണം, അവർ ഈ ഫണ്ട് ശേഖരണം റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവരുടെ പദ്ധതി അവിടെ പൂർത്തിയായിട്ടില്ല. 51 വീടുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ബാക്കി വീടുകൾ കൂടി നിർമ്മിക്കാനുണ്ട്. ആ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ അതായത് ഈ ചെക്ക് മുഖേനയുള്ള പണം പിന്നീട് ചേർത്തിരുന്നു എന്നല്ലേ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ?
അതായത് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം ഈ ചെക്ക് മുഖേന കിട്ടുന്ന പണം ഈ പറയുന്ന ആപ്പ് കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം ആ അക്കൗണ്ട് കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹം തന്നിട്ടുള്ള പണം ഉൾപ്പെടെ കൂട്ടിച്ചേർത്തത്. അങ്ങനെയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതുപോലെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപയും 20 ലക്ഷം രൂപയും അതോടൊപ്പം 10 ലക്ഷം രൂപയും ഒക്കെ നൽകിയിട്ടുള്ള ആളുകളുണ്ട്. ആ തുക പൂർണ്ണമായും ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് വിശദമായ ഒരു കണക്ക് കോൺഗ്രസ് പുറത്തുവിട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ല, കോൺഗ്രസ് അത് പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ളത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കണക്കുകളും പുറത്തുവിടും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പുറത്തുവിട്ടാൽ മാത്രമാണ് ചെക്ക് മുഖേന ലഭിച്ചിട്ടുള്ള പണം അത് പൂർണ്ണമായും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ KPCC പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർക്ക് പരമാവധി കിട്ടിയിരിക്കുന്നത് 5,38,00,000 രൂപയാണ്. അപ്പോൾ അതിനകത്ത് വിവിധ സംഘടനകൾ കൊടുത്ത പണമുണ്ട്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പിന്നീട് കൊടുത്ത പണം അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർവീസ് സംഘടനകൾ കൊടുത്ത പണമുണ്ട്, വ്യക്തികൾ കൊടുത്ത പണമുണ്ട്. അപ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ തുക കൊടുത്തിട്ടുള്ള ആളുകളുടെ എല്ലാം വിവരങ്ങൾ ഇത്തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അത് കോൺഗ്രസ് ആ കണക്ക് പുറത്തുവിട്ടാൽ മാത്രമേ, ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ മാത്രമേ അതിനകത്ത് വ്യക്തത വരൂ. എന്തായാലും ആപ്പ് മുഖേന ലഭിച്ചത് 3,78,00,000 രൂപ മാത്രമാണ് എന്നുള്ളതാണ് ആ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഏജൻസിയുടെ ഉടമ പറയുന്നത്. ശരി.